സൗന്ദര്യ സംരക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവർ തന്നെയാണ് മനുഷ്യരിൽ ഏറെയും. അതിനുവേണ്ടി പല വഴികളും പല കാലത്തും ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് സൗന്ദര്യം സംരക്ഷിക്കാനുള്ള വസ്തുക്കളൊക്കെയും മാർക്കറ്റിൽ ലഭ്യമാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പറ്റിയ ഉൽപ്പന്നങ്ങൾ അവിടെയുണ്ട്. മുടിക്ക് വേണ്ടിയുള്ള എണ്ണകളും കണ്ടീഷണറുകളും അങ്ങനെ പലതരം വസ്തുക്കൾ. അതുകൂടാതെ ചില പൊടിക്കൈകളൊക്കെ ഓരോരുത്തരും സ്വന്തമായി പരീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ വളരെ കാലം മുമ്പ് ഇവിടെയുള്ള സ്ത്രീകൾ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി അവലംബിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിവുണ്ട്. സംഗതി അല്പം അവിശ്വസനീയമാണ്. അവയിൽ ചിലത് ഇതൊക്കെയാണ്. 1936 ക്ലിഫ്റ്റൺ വില്ലയിൽ നടന്ന മുഖം മറച്ചു കൊണ്ടുള്ള ഒരു സൗന്ദര്യ മത്സരം. സ്റ്റോക്കിംഗ് ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുവാൻ കാലിൽ പെയിന്റ് ചെയ്യുന്ന സ്ത്രീ. 1926 പകർത്തിയ ചിത്രമാണിത്. സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാൻ 1920കളിൽ നീന്തൽ മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ചിരിക്കുന്ന മറ്റൊരു സ്ത്രീ. 1930കളിൽ പരീക്ഷിച്ചിരുന്ന പഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച മുഖാവരണം. സ്തന സംരക്ഷണത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ബ്രൈസിയർ മാതൃക. നുണക്കുഴി കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുവാൻ കണ്ടുപിടിച്ച ഒരു മാസ്ക്. മൂക്കിന്റെ ആകൃതി ശരിയാക്കി നൽകുമെന്ന പരസ്യം. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നീന്തൽ വസ്ത്രങ്ങൾ. 1929 പകർത്തിയ ചിത്രമാണിത്. 1920കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഹെയർ ഡ്രയർ. മുഖത്ത് ചുളിവുകൾ ഉണ്ടാവാതിരിക്കാൻ 1920കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഒരു മാസ്ക്. 19ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഒന്ന് കറുത്ത പല്ലുകൾ. ലണ്ടനിലെ ക്രോയിഡോണിലെ ഒരു ബ്യൂട്ടി പാർലറിൽ കാലുകളിൽ ചായം തേക്കുന്ന സ്ത്രീകൾ. 1941 പകർത്തിയ ഒരു ചിത്രം. 1930കളിൽ ലണ്ടനിൽ നടന്ന സ്ത്രീകളുടെ കണ്ണങ്കാലുകളുടെ സൗന്ദര്യ മത്സരം. 1940കളിൽ ഉപയോഗിച്ചിരുന്ന പോർട്ടബിൾ ഹെയർ ഡ്രയർ. സൺബാത്തിങ് ചെയ്യുന്നതിന് പകരമായി 90കളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം. ജർമ്മനിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഹെയർ സ്റ്റൈൽ. 1929 പകർത്തിയ ചിത്രമാണിത്. 1930കളിൽ മാസ്കുകൾ ധരിച്ചുകൊണ്ട് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ. കണ്ണുകളുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വിജയികളെ നിശ്ചയിച്ചിരുന്നത്. 1930കളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഐസ് ക്യൂബുകൾ കൊണ്ടുണ്ടാക്കിയ മുഖാവരണം. നാടവിരയുടെ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കിയ മരുന്നുകൾ. ഡയറ്റിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 1900കളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതാണിവ. സൺസ്ക്രീനുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന മുഖകവചം. ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് മുടി സ്ട്രൈറ്റൻ ചെയ്യുന്ന പെൺകുട്ടി. 1964 പകർത്തിയ ചിത്രം. റെട്ട പെർചെറ്റിയും ഗ്ലോറിയ റോസിയും അവരുടെ പുതിയ പോർട്ടബിൾ ബാത്ത് ഹൗസ് പരീക്ഷിക്കുന്നു. സൺബാത്ത് ചെയ്ത ശേഷം ഇതിനുള്ളിൽ വെച്ച് വസ്ത്രങ്ങൾ മാറ്റാൻ കഴിയും എന്നതാണ് പ്രത്യേകത. 1938 കോണി ഐലൻഡ് ബീച്ചിൽ നിന്ന് പകർത്തിയ ചിത്രമാണിത്. ബന്ധിക്കപ്പെട്ട കാലുകളുള്ള സ്ത്രീകൾ. ഒരു കാലത്ത് ചൈനയുടെ പുരുഷ സങ്കല്പത്തിന്റെ ഭാഗമായിരുന്നു ഇവ. ഇതിനുവേണ്ടി നെയ്തെടുത്ത പ്രത്യേക ആകൃതിയിലുള്ള താമര ഷൂകൾക്കുള്ളിൽ സ്ത്രീകൾ അവരുടെ കാലുകൾ ഒടിച്ചു മടക്കി വയ്ക്കും. മുഖത്തെ കറുത്ത പാടുകൾ നീക്കം ചെയ്യാൻ 1930കളിൽ ഉപയോഗിച്ചിരുന്ന വളരെ സങ്കീർണമായ ഒരു ഉപകരണം. 1930കളിൽ ഫ്രാൻസിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം. സ്തനങ്ങൾ ശുചിയാക്കാനും വെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്യാനുമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്.